പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഈശോയുടെ ഉത്ഥാന തിരുനാളിന്റെ ആനന്ദത്തിലായിരിക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ, ഉത്ഥാനത്തിലൂടെ നമുക്ക് ലഭിച്ച ദൈവകൃപയെ നഷ്ടപ്പെടുത്താതെ ഈ കൃപയിൽ നിലനിന്നുകൊണ്ട് എങ്ങനെ വളർച്ച പ്രാപിച്ച് ആത്മീയ ജീവിതത്തിൽ മുന്നേറാം, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ദിവസങ്ങളാണ് ആത്മാഭിഷേകത്തിന്റെ പന്തക്കുസ്തയ്ക്കായി ഒരുങ്ങുന്ന ആത്മാഭിഷേകത്തിന്റെ 50 ദിനങ്ങൾ. ഈശോ പറയുകയാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:16 തിരുവചനം, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സഹായകനായ പരിശുദ്ധാത്മാവ് പ്രിയമുള്ളവരെ തുടർന്നുള്ള 50 ദിനങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായിട്ട് ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാഭിഷേകത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ശക്തിപ്പെടുത്തും, നമ്മളെ സഹായിക്കും. എന്തുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം എന്ന് പറയുന്നത്? നമ്മളിലുള്ള ദൈവ അഭിഷേകത്തെ ഉജ്ജ്വലിപ്പിക്കുവാനായിട്ട്, നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനായിട്ട്, ദൈവഹിതം തിരിച്ചറിയുവാനായിട്ട്, പാപബന്ധനങ്ങളിൽ നിന്നും അകന്നു നിൽക്കുവാനായിട്ട്, വരദാന ഫലങ്ങളാൽ നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുവാനായിട്ടാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചെടുക്കുന്നത്. എങ്ങനെ ഈ ആത്മാഭിഷേകത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം? പ്രിയമുള്ളവരെ, എല്ലാ ദിവസവും സാധിക്കുന്ന എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുത്തു, അടുക്കലടുക്കൽ കുമ്പസാരിച്ചു, ശ്രീഹന്മാര് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി ഒരുങ്ങിയത് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് ഒരു ജപമാലയെങ്കിലും ഒരു ദിവസം ചൊല്ലി പ്രാർത്ഥിച്ചു, വചനം വായിച്ചും വചനം പഠിച്ചു. ഈ 50 ദിനങ്ങൾക്കുള്ളിൽ നമുക്ക് അപ്പസ്തോല പ്രവർത്തനം മുഴുവനും വായിക്കണം. ഒപ്പം എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേക വചനങ്ങള് നിങ്ങൾക്ക് നൽകപ്പെടുന്നതാണ്. ഈ വചനം നമ്മൾ കാണാതെ പഠിച്ചു. സർവോപരി ഉപവാസത്തിലൂടെ, നമ്മുടെ ആത്മനിയന്ത്രണത്തിലൂടെ ദൈവ കൃപയിൽ ആഴപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ, ആത്മാഭിഷേകത്തിന്റെ നിറവ് സ്വീകരിക്കുവാനായി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിച്ചൊരുങ്ങണം. ഇന്നു മുതൽ പ്രിയമുള്ളവരെ, നമുക്ക് വചനമൊക്കെ എഴുതി പഠിക്കണം, വചനം വായിക്കണം, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കണം. അങ്ങനെ ദൈവ കൃപയിൽ ആഴപ്പെട്ട് നല്ലൊരു അഭിഷേക ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിനങ്ങളിൽ നമ്മുടെ ശുശ്രൂഷകളിൽ ഹൃദയമായിട്ട് നമുക്ക് പങ്കെടുക്കുകയും അനേകർക്ക് ഈ ശുശ്രൂഷ പകർന്നു കൊടുക്കുകയും ചെയ്യാം. എല്ലാ ദിവസവും നിങ്ങൾക്കൊരു വചനം നൽകപ്പെടുന്നതാണ്. തുടർന്ന് നമ്മൾ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദത്തോടെയാണ് നമ്മുടെ കൊച്ചു ശുശ്രൂഷ ആത്മാഭിഷേകം 2026 മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ നമ്മൾ ഓരോരുത്തരും നയിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ സംസർഗം നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.